പഠിച്ചതിൽ തന്നെ ചെറിയൊരു വ്യത്യാസം വരുന്ന ഒരു ക്ലാസ് ആണ് ഇപ്പോൾ ഇവിടെ വരാൻ പോകുന്നത്. എനിക്ക് അറിയാം നിങ്ങളൊക്കെ ക്ലോസിംഗ് ടെക്നിക്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ക്ലോസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് ലാസ്റ്റ് വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു പശുവിനെ വാങ്ങി വളർത്തി അതിനെ വലിയതാക്കി അത് പ്രസവിക്കാൻ വേണ്ടിയിട്ട് പ്രഗ്നന്റ് ആയി പ്രസവിച്ചതിന് ശേഷം തോന്നുന്നു അല്ലെ പാല് കറവ കിട്ടുക. പ്രസവിച്ചതിന് ശേഷം നമ്മൾ കറക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പാല് എന്ന രീതിയിൽ മാത്രമാണ് നമുക്ക് സെയിലിന്റെ ഒരു ക്ലോസിംഗ് കിട്ടുന്നത്. ഒരു പശു പെണ്ണായിരിക്കണം ആദ്യം, അതിന് പാലുണ്ടാക്കാനുള്ള ഹോർമോൺസ് കാര്യങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടായിരിക്കണം, നമ്മൾ ഭക്ഷണം കൊടുക്കണം, അതിനെ വളർത്തണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതുപോലെ നമ്മൾ നമ്മുടെ സെയിലിൽ വരുന്ന കാര്യങ്ങളൊക്കെ കൃത്യമാണോ എന്ന് ആദ്യം ഉറപ്പിച്ചിരിക്കണം. അത് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ ക്ലോസിംഗിലേക്ക് പോകുമ്പോൾ മാത്രമേ ആ പാല് കറക്കുമ്പോൾ പാല് വരുന്നത് പോലെ ക്ലോസ് ചെയ്യുമ്പോൾ കസ്റ്റമറിങ് വരുള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോറിംഗ് ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് പഠിക്കുക. നിങ്ങളൊരു സെയിൽസ്മാൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കുന്നത് നാളെ നിങ്ങളുടെ വർക്ക് ഈസിയർ ആക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് നിങ്ങളിത് കഷ്ടപ്പെട്ട് പഠിക്കുക, കഷ്ടപ്പാടാണെങ്കിലും ഈസി ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പഠിക്കുക, നാളെ നിങ്ങളുടെ വർക്ക് ഇത് ഈസി ആയിരിക്കും. പണ്ട് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ കണക്ക് പഠിപ്പിക്കുമ്പോൾ നമുക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് 4 ആൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മളോട് ഒരു കണക്ക് ചോദിക്കുമ്പോൾ നമുക്ക് അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നമ്മൾ അന്നത് പഠിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ നാളെ സെയിൽസിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടാതിരിക്കാൻ, സെയിൽസിൽ മാക്സിമം സ്കോർ ചെയ്ത് ഒരു ബെസ്റ്റ് പെർഫോമർ ആവാൻ, അതിൽ നിന്നും CEO ലെവലിലേക്ക് വരെ ട്രാൻസ്ഫർ ആയി പ്രൊമോഷൻ കിട്ടി പോകാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ട് ഇതുപോലുള്ള ക്ലാസ്സുകളൊക്കെ കണ്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിക്കോളും. വണ്ടിയൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, കുറച്ച് ബുദ്ധിമുട്ടാണ്, ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഓടിച്ച് കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാലോ, കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അതൊരു മസിൽ മെമ്മറി ആയിട്ട് ബ്രെയിനിൽ സെറ്റ് ആവുകയും പിന്നീട് ഓട്ടോമാറ്റിക് ബ്രെയിൻ ഏത് സമയത്ത് എന്താണ് കൊടുക്കേണ്ടത് നമ്മളോട് പറയുകയും ചെയ്യും. അതായത് ഇപ്പോൾ ഒരു കുഴിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഓർത്തിട്ടാണോ ബ്രേക്ക് ചവിട്ടുന്നത്? വണ്ടി പഠിച്ച ആൾക്കാർ പഠിക്കുന്ന സമയത്ത് ഓർത്തിട്ടാണ്. അതുപോലെ കസ്റ്റമർ വരുന്ന സമയത്ത് കസ്റ്റമറിനെ വ്യത്യാസം ഓരോ ഭാഗമാക്കി മാറ്റുക. അതായത് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എക്സ്ട്രോവേർട്ട്, ഇൻട്രോവേർട്ട്, അതുപോലെ അനലിറ്റിക്കല്, ഓരോ കസ്റ്റമർ ടൈപ്പ് പറഞ്ഞല്ലോ. ഈ കസ്റ്റമർ ഏതാണെന്ന് മനസ്സിലാക്കി ആ ടൈപ്പിലേക്ക് കസ്റ്റമറിനെ മാറ്റാനും അവർക്ക് വേണ്ട കെയറിങ്ങും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ പറഞ്ഞ ഫണലിലൂടെ കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യാനുള്ള രീതികൾ നിങ്ങൾ ഇതിൽ പഠിക്കും. അപ്പോൾ കസ്റ്റമർ ആദ്യം മാറ്റാനൊക്കെ ഈസി ആയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും. കസ്റ്റമർ വരുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും, ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏത് ടൈപ്പ് കസ്റ്റമറാണ്, അനലറ്റിക്കലാണ്, ഇയാളോട് എങ്ങനെ സംസാരിക്കണം എന്ന് ചിലപ്പോൾ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ ആലോചിക്കേണ്ടി വരും. പക്ഷേ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് നിങ്ങൾ മറ്റുള്ളവരിൽ ഈ സാധനം പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഒരു കസ്റ്റമർ വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് വേണ്ട സാധനങ്ങൾ റിപ്ലൈ ആയിട്ട് കൊടുക്കും. ലൈക്ക് നമ്മൾ വണ്ടി ഓടിക്കുന്നത് പോലെ, ഓട്ടോമാറ്റിക് ഗിയർ മാറ്റുന്നത് പോലെ, ഓട്ടോമാറ്റിക് ക്ലച്ച് ചവിട്ടുന്നത് പോലെ, ബൈക്കാണെങ്കിൽ ക്ലച്ച് പിടിക്കുകയല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെട്ട് ഈ ബോറിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കുക. ഇത് സെയിൽസിൽ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. സെയിൽസ് ഒരുപാട് കാലമായിട്ട് ചെയ്യുന്ന, സെയിൽസിൽ ക്ലോസിങ്ങുകൾ ഇനിയും കിട്ടാൻ എനിക്ക് പറ്റും പക്ഷെ എന്തൊക്കെയോ എന്നെ തടയുന്നുണ്ട് എന്ന് കരുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ക്ലാസ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യാം, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നൊക്കെ പഠിക്കാൻ പോകുന്നു. ഫസ്റ്റ് നമ്മൾ എക്സ്ട്രോവേർട്ട് ആണ് പോകുന്നത്. ഒരു കസ്റ്റമർ എക്സ്ട്രോവേർട്ട് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ടത് അവർക്ക് പറയാനുള്ളത് കേൾക്കുക. ലിസൺ ടു ദം. ലിസൺ. അവരെ നമ്മൾ നല്ല രീതിയിൽ കേൾക്കുക, ഇന്ററപ്റ്റ് ചെയ്യരുത്. അവർ പറഞ്ഞു തീരട്ടെ, ഓ അത് റിലേറ്റബിൾ ആവുന്ന രീതിയിൽ തലയാട്ടി കൊടുക്കുക. അവർ മൊത്തത്തിൽ പറഞ്ഞ് തീരട്ടെ. ഓക്കെ സാർ എന്തായിരുന്നു, ക്യൂരിയോസിറ്റിയിൽ ചോദിക്കുക, ബാക്കി എന്തായി എന്നൊക്കെ നല്ല രീതിയിൽ അവരോട് ചോദിക്കുക. ലിസൺ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം മിററിംഗ് ആണ്. മിറർ, അതായത് അവർ വലിയ രീതിയിൽ എനിക്ക് ആ പ്രൊഡക്റ്റ് വേണം തോമസേ, നീ എവിടെയുള്ളത്, ഇപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചേ എന്നൊക്കെ പറയുന്നത്, ഞാൻ തോമസ്, ഞാൻ ആ പ്രൊഡക്റ്റ് കൊണ്ടുവരാം, ആ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കണക്ട് ആവില്ല, നമ്മളുമായിട്ട് റാപ്പോ ഉണ്ടാവില്ല. സാർ തോമസ് ആണ് സംസാരിക്കുന്നത്, തോമസ് ഇവിടെ എത്തിയിട്ടുണ്ട്, പ്രൊഡക്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. സെയിം എനർജി മിറർ ചെയ്യുക. ആ മിറർ ചെയ്യുന്നതിലൂടെ നമുക്ക് ക്ലോസിംഗ് സ്ട്രാറ്റജിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിക്കും. മൂന്നാമത്തത് സ്റ്റോറി. സ്റ്റോറി ആയിട്ട് കഥകൾ പറയുക. നിങ്ങൾ സാർ നിങ്ങൾ 3 ലക്ഷം രൂപ തന്ന 2 ലക്ഷം രൂപയായിട്ട് അങ്ങനെ വരും ഇങ്ങനെ വരുന്നു പ്രൂവ് ചെയ്ത് പറയണ്ട. എനിക്ക് തോമസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രാമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു കസ്റ്റമർ. അദ്ദേഹം 3 ലക്ഷം രൂപയാണ് എനിക്ക് ആദ്യം തന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ ഫാമിലിനൊക്കെ കൂട്ടി ഒരു ദിവസം പോകുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ നിർത്തിയിട്ട് പറഞ്ഞു 2 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് കിട്ടിയെന്നുള്ളത്. ഒരു സ്റ്റോറി ടെല്ലിംഗ് ഏത് തരത്തിലാവണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. സ്റ്റോറി ആയിട്ട് നമ്മൾ കസ്റ്റമറിനെ അപ്രോച്ച് ചെയ്യണം. സ്റ്റോറിയിലൂടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയണം. അത് ഇൻട്രോവേർട്ട് കസ്റ്റമർ ആണെങ്കിൽ സ്റ്റോറി ആയിട്ടല്ല വരിക, അവിടെ കണക്കുകളായിട്ടാണ് വരിക. സർ ഇതാണ് കണക്കുകൾ, പ്രൂവൺ കണക്കുകളായിട്ടാണ് വരിക. അവിടെ വേറെ പല രീതികളും നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ സ്റ്റോറിയിലൂടെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കസ്റ്റമറിനോട് പറയുന്നു. എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കസ്റ്റമറിനോട് പറയുന്നു. ഓക്കെ, ഇനി ഒരു പോയിന്റും കൂടെ ഉണ്ട്. എക്സൈറ്റ്മെന്റ് ബിൽഡ് ചെയ്യുക. എക്സൈറ്റ്മെന്റ് ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ
ഇപ്പൊ ഞാൻ ഈ ലൈറ്റ് ആണ് വിൽക്കാൻ പോകുന്നത് വിചാരിക്കുക. ഇവിടെ മുന്നിലുള്ള സോഫ്റ്റ് ബോക്സിന്റെ ഒരു ലൈറ്റ് ഉണ്ട്, എന്റെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് വിൽക്കാൻ പോകുന്നത് വിചാരിക്കുക. കസ്റ്റമറിനോട് ഏത് രീതിയിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇവിടെ പെട്ടെന്ന് ചെയ്യുന്നതാണ്, പ്രിപ്പറേഷൻ ഒന്നുമില്ല, പെട്ടെന്ന് ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഉണ്ടാവും. ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. സാർ ഞാൻ വീഡിയോസ് കണ്ടു, നിങ്ങളുടെ ഒരു ക്വാളിറ്റി കുറവാണല്ലോ, ആൾക്കാരൊക്കെ സ്ക്രോൾ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ടല്ലോ, ഈ പ്രൊഡക്റ്റ് ഇത് സാറിന് എന്തായാലും ഇഷ്ടപ്പെട്ടു. തോമസ് സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ തോമസ് സാറിന്റെ സ്റ്റോറിയുള്ള അതേ അവസ്ഥയാണ് സാറിനുള്ളത്, ഏകദേശം എനിക്ക് റിലേറ്റ് ആയി. ഈ ലൈറ്റ് വാങ്ങിക്കഴിഞ്ഞ് സാർ ഇപ്പൊ തന്നെ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കുക, പെട്ടെന്ന് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക. അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നോക്കുക. ഫസ്റ്റ് തന്നെ സാറിന്റെ വീഡിയോ ക്വാളിറ്റിനെ കുറിച്ച് എന്തായാലും പറഞ്ഞിരിക്കും, വീഡിയോ ക്വാളിറ്റി ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. ഇതൊന്നുമില്ല, വീട്ടിൽ പോയി ഫിറ്റ് ചെയ്യുക, സാർ സ്വിച്ച് ഇടുക, വീഡിയോ എടുക്കുക, പ്രൊഫഷണൽ വീഡിയോ ആയിരിക്കും. ആ രീതിയിൽ പറയുമ്പോൾ അയാൾക്ക് എക്സൈറ്റ്മെന്റ് എന്തിനോടാണ് ഉണ്ടാവുക? ആൾക്കാരുടെ അടുത്ത് നിന്ന് എനിക്ക് ഒരു അപ്രൂവൽ കിട്ടണം, അല്ലെങ്കിൽ ഒരു കയ്യടി കിട്ടണം എന്നുള്ളൊരു സാധനം അയാൾ ഈ എക്സൈറ്റ്മെന്റ് ബിൽഡ് ചെയ്യിക്കുന്നതിലൂടെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള പേഴ്സൺസിന് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു കയ്യടി എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ളൊരു സാധനമാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പറയുന്നത് ഒരു ശൈലി, ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണോ അത് മനസ്സിലാക്കി അതുപോലെ ഈ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സിന് നിങ്ങൾ കൊടുക്കുക, അതുപോലെ പ്രസന്റ് ചെയ്യുക. അതുപോലെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അവരത് വാങ്ങുകയും നിങ്ങൾക്ക് സെയിൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ക്ലോസിംഗ് ടെക്നിക്സ് നമ്മൾ പറഞ്ഞിട്ടില്ല, ക്ലോസിംഗ് സ്ട്രാറ്റജീസ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ക്ലോസിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൈം എടുക്കരുത്. അനലറ്റിക്കൽ കസ്റ്റമറിന് നിങ്ങൾക്ക് വേണമെങ്കിൽ തിങ്ക് ചെയ്യാൻ സമയം കൊടുക്കാം, പക്ഷെ ഇവർക്ക് തിങ്ക് ചെയ്യാനുള്ള സമയം കൊടുക്കരുത്. തിങ്ക് ചെയ്യാനുള്ള സമയം കൊടുക്കുകയേ ചെയ്യരുത്. പെട്ടെന്ന് ക്ലോസ് ചെയ്യിപ്പിക്കണം, പെട്ടെന്ന്. കാരണം നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഹൈപ്പ് അവരുടെ ഉള്ളിൽ കയറി നിൽക്കുകയായിരിക്കും. നിങ്ങൾ നാളെ ചിന്തിച്ചിട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് നിങ്ങളെ മറന്നു തന്നെ പോകും, പൂർണ്ണമായിട്ടും മറന്നു തന്നെ പോകും. നാളെ പോയിട്ട് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് ആ ഒരു എക്സൈറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ബട്ട് അനലറ്റിക്കൽ കസ്റ്റമേഴ്സ് അങ്ങനെയല്ല. അവരിത് പഠിക്കാൻ വേണ്ടി എത്ര സമയം എടുക്കുന്നോ, എത്ര വൈകുന്നോ, അതിനനുസരിച്ച് അവർക്ക് ഇത് വാങ്ങാനുള്ള നല്ല പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പഠിച്ച് അത് വാങ്ങാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഇവർ വെയിറ്റ് ചെയ്യും. അതിൻ്റെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കും, നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ റിവ്യൂസ് ശ്രദ്ധിക്കും, ഇത് ഒറിജിനൽ ആണോ, AI ക്രിയേറ്റഡ് ആണോ, ഫേക്ക് ആണോ എന്നൊക്കെ അവർ അനലൈസ് ചെയ്യും. ആ രീതിയിലാണ് ചെയ്യുക. പക്ഷേ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമ്മ്യൂണിറ്റിയിൽ ഇവരെ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആ കമ്മ്യൂണിറ്റിയിൽ വരുന്ന റിവ്യൂസ്, പെർഫോമൻസ് ഒക്കെ കണ്ട് ഹൈപ്പ് കയറും, ഇടക്കിടക്ക് ഹൈപ്പ് കയറും. നിങ്ങൾക്ക് ഇതൊക്കെ ഒറ്റയടിക്ക് അയച്ചു കൊടുക്കാം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒറ്റയടിക്ക് അയച്ചു കൊടുക്കും. സാർ നോക്ക്, രാമു പെട്ടെന്ന് മാറ്റിയാണ്ടോ അവരുടെ ലൈഫ്, സാർ കണ്ടോ അതോ ഇതെന്നൊക്കെ പറഞ്ഞ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് പെട്ടെന്ന് വായിക്കോ സാർ, ഇപ്പോൾ ഓഫറാണ്, ഞാൻ സാറിന് സ്പെഷ്യൽ ആയിട്ട് ഓഫർ കൂടെ തരാമെന്ന് പറഞ്ഞ് ഒരു അർജൻസി ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ആവും. ക്ലോസിംഗ് സ്ട്രാറ്റജീസിൽ ഞാൻ അർജൻസിയുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ എക്സ്ട്രോവേർട്ട് കസ്റ്റമേഴ്സിന് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൂടെ മനസ്സിലാക്കുക. ക്ലോസിംഗിന്റെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഫാസ്റ്റ് ക്ലോസിംഗ് ആയിരിക്കണം. അവിടെ ഫാസ്റ്റ് ക്ലോസിംഗ് ആയിരിക്കണം. സ്ട്രാറ്റജീസ് നമ്മൾ ലാസ്റ്റ് പറയുമ്പോൾ അതും കൂടെ ഇവിടെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ളവരെ എങ്ങനെ മനസ്സിലാക്കാം എന്നതിലേക്ക് പോവാം. ബൈ.